ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഈ പ്രദേശത്ത് കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകാല ഈ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ദൈവം ഈ ദേശത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന ഈ തരുണത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് മദ്യപാനം കൊണ്ടും അമിതമായ മദ്യപാനവും മയക്കുമരുന്നും ഓരോ കുടുംബങ്ങളും വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളും കടന്നുപോയി കേരള ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ അനേകരോട് ഇതിനെക്കുറിച്ച് ഇതിൽ നിന്ന് മാറ്റം വരുത്തുവാനുള്ള മാർഗത്തെക്കുറിച്ച് പറയുവാനും അനേകർ ഇതിൽ നിന്ന് വിട്ടുപോകാനൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേക വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പ്രത്യേക നമ്മുടെ പുതിയ ഭരണമൊക്കെ മാറി വന്നിരിക്കുകയാണ്. പ്രത്യേക നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് പ്രത്യേക ഒരു ബിഗ് സല്യൂട്ട് ഈ നിമിഷം ഞങ്ങൾ തരികയാണ്. കാരണം ഈ പുതിയ ഭരണാധികാരി വന്നപ്പോൾ എത്ര മാഫിയകളെ പിടിക്കാനായിട്ട് വന്നു. കഞ്ചാവുമായിട്ടും MDMA ആയിട്ടും അങ്ങനെ ഒത്തിരി പേരെ പിടിച്ച് ജയിലിലടയ്ക്കുവാനും അവർക്കെതിരെ കേസെടുക്കുവാനൊക്കെ സാധിച്ചു. പ്രത്യേക ഞങ്ങളുടെ ഗോസ്പൽ ടീമിന്റെ പേരിൽ നമ്മുടെ കേരള ആഭ്യന്തരമന്ത്രിയുടെ ബിഗ് സല്യൂട്ട് ഞങ്ങൾ നിമിഷം നേരുകയാണ്. നമ്മളുടെ ജീവിതത്തിന്റെ അകത്ത് എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്, സന്തോഷം ആഗ്രഹിക്കുന്ന ആളാണ്. ഇതിനുവേണ്ടി ഓരോ ദിവസവും എന്ത് വിലയും കൊടുത്ത് ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ അവൻ എന്തിൽ ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ അവൻ മദ്യത്തിൽ അവൻ ആശ്രയിക്കും. എന്തിന്? എനിക്ക് അല്പനേരത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടി അവൻ മദ്യത്തിൽ അവൻ ആശ്രയിക്കും, അവൻ ലഹരിയിൽ അവൻ ആശ്രയിക്കും. അവസാനം അങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് കടന്നു വന്ന് അവസാനം ഒരു മുഴുവൻ കയറിനകത്തോ അല്പവൃക്ഷത്തിനകത്തോ ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഈ ഇരുമലപ്പയുടെ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് സമാധാനത്തിന് വേണ്ടി ഓടുന്ന മനുഷ്യൻ അവന് സമാധാനം ലഭിക്കാതെ വരുമ്പോൾ അവന്റെ അവസാനത്തെ ഒറ്റ കാര്യമുള്ളൂ, ആത്മഹത്യ ചെയ്യുക. ഇന്ന് പകൽ ദേശത്തോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. ആത്മഹത്യ നിങ്ങളുടെ ജീവിതത്തെ അല്പനേരത്തെ ആശ്വാസം കിട്ടുമെന്ന് പറയുമ്പോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന് സമാധാനം തരാതെ നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ആ മദ്യത്തിൽ നിന്ന് നിനക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ നിനക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല. ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇതിങ്ങനെയാണ്, അനേകർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് മദ്യത്തിൽ നിന്ന് ആ മദ്യപാനത്തിൽ നിന്ന് മടങ്ങി വരണം ആഗ്രഹമുണ്ട്, മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അതിൽ നിന്ന് എങ്ങനെ മടങ്ങി വരും? നമ്മുടെ ശാസ്ത്രമൊക്കെ വളരെ പുരോഗമനമുള്ള സ്ഥലമാണ് നമ്മുടെ ശാസ്ത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഇപ്പോൾ തന്നെ ശാസ്ത്രം ഇങ്ങനെയാണ്, മദ്യപിക്കുന്ന മദ്യപാനിക്ക് ആ മദ്യം നിർത്താൻ മാർഗമുണ്ട്. എന്താ മാർഗം എന്നറിയാമോ? മദ്യപാനി അറിയാതെ താൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്ത് ഗുളിക കലക്കി കൊടുക്കും. അങ്ങനെ 1 മാസം 2 മാസം ചില നാൾ കഴിയുമ്പോൾ അദ്ദേഹം ആ മദ്യപാനത്തിൽ നിന്ന് വലിയ മാറ്റം സംഭവിക്കും. ആ കുടുംബത്തിനകത്ത് സന്തോഷം എന്നറിയുമോ? സ്നേഹിത, നീ ഒരു ദിവസം മദ്യത്തോട് നീ മാറ്റം നിർത്തുമ്പോൾ നിന്റെ കുടുംബവും നിന്റെ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന സന്തോഷം വളരെ വിലയേറിയ കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച 1 മാസം കഴിയും. ആ മാസം കഴിയുമ്പോൾ ആ ഗുളികയുടെ ശക്തി അത് തീർന്നു കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും
മദ്യത്തിൽ ആശ്രയിക്കും. പിന്നെ ആദ്യം മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ തന്റെ ജീവിതത്തിനകത്ത് മദ്യപാനത്തിന് ഇതെല്ലാം നഷ്ടപ്പെട്ട് മാനസിക രോഗിയെ പോലെ അനേകരെ ഭ്രാന്തന്മാരായി നടക്കുന്ന എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും. തീർന്നില്ല. അതുകൊണ്ട് മാത്രമാണോ മദ്യം നമുക്ക് തരുമ്പോൾ പോലീസ് നടക്കുന്ന എത്ര പെറ്റി കേസുകൾ, അവരടിക്കുന്ന എത്ര ലാറ്ററി ചാർജുകൾ, ഇതുകൊണ്ടൊന്നും ജീവിതത്തിന്റെ അകത്ത് യഥാർത്ഥമായിട്ട് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ഇരുമലപ്പടി ദേശത്ത് നിന്നുകൊണ്ട് പറയാം, മദ്യത്തിന് കഴിയാത്ത അതിന്റെ ജീവിതത്തിന്റെ അകത്ത് ഡോക്ടർക്ക് കഴിയാത്തത്, പോലീസിന് കഴിയാത്തത്, ഇങ്ങനെ ജീവിതത്തിന്റെ അകത്ത് ആളെല്ലാം നോക്കിയിട്ടും മദ്യപാനത്തിൽ മാറ്റം വരാതിരിക്കുമ്പോൾ അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? ഉത്തരം നല്ല വാർത്തയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. എന്താണ് നല്ല വാർത്ത? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം. ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങളെ പോലുള്ള ഒത്തിരി പേര് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, ഇത് മതം മാറ്റുന്ന പരിപാടി അല്ല സ്നേഹിത. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടിയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മാർഗമാണ്. എന്താണ് മാർഗം? മദ്യത്തിൽ നിന്ന് മാറ്റം വരുത്തുന്ന മാർഗം, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മാർഗം, അപ്പനെ അമ്മയെ എല്ലാം ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഒരു വ്യക്തിയെ കുറിച്ചാണ്. എന്താണ് വ്യക്തിയുടെ പേര്? ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ഇരുമലപ്പടി ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നാളുകളെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആത്മഹത്യക്ക് വേണ്ടി മാത്രം ഒരുങ്ങി എല്ലാവരും ഇതിനെ തള്ളിക്കളയെങ്കിൽ ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. ഈ ദേശത്തൊക്കെ ഞങ്ങൾ നിൽക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന കാര്യമുണ്ട്, ഞങ്ങൾക്ക് സമാധാനം തരാൻ കഴിയുമോ? ഞങ്ങൾക്ക് ഇത് നല്ല അപ്പനായി ജീവിക്കാൻ കഴിയുമോ? ഒരു പിതാവായി ജീവിക്കാൻ കഴിയുമോ? ദേശത്ത് നല്ലവനായി ജീവിക്കാൻ കഴിയുമോ? ഒറ്റ കാര്യം സ്നേഹിത, കഴിയും. അതിനുവേണ്ടി ഇന്ന് പകൽ ഞാൻ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് പാപം മനുഷ്യന് വന്നപ്പോൾ അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. അപ്പനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. അവൻ കൊലപാതകത്തിന് വേണ്ടി മുന്നോട്ട് കടന്നു വരികയാ, അവരുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ അലയുകയാ. ഇന്ന് പകൽ മനുഷ്യൻ പാപിയാണെന്ന് എല്ലാ മതങ്ങളും കണ്ടും കേട്ടും പഠിച്ചും വരുന്നൊരു മാർഗമാണ് പാപം എന്ന വാക്ക്. പാപം എന്ന വാക്ക് ബൈബിളിന്റെ മാത്രം കുത്തകയല്ല, എല്ലാ മതങ്ങളും കണ്ടും കേട്ടും പഠിച്ചും വരുന്ന കാര്യമാണ് പാപം എന്ന വാക്ക്. തപസ്സോമ ജ്യോതിർഗമയ മൃത്യുമ അമൃതംഗമയ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഇസ്ലാം വേഗം വിളിച്ചു പറഞ്ഞാണ്, ഇബ്ലീസിന്റെ കുത്ത് ഏൽക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവിലില്ല. ഇന്ന് പകൽ ഞങ്ങൾ കേൾക്കുന്ന ദേശനിവാസികളുടെ കാര്യം പറയാം. എല്ലാവരും പറയുന്നു മനുഷ്യൻ പാപികളാണ്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യനൊരു മാറ്റം ആവശ്യമാണെന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. Stop it.